ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയും സാലിസിലിക് ആസിഡിനെ പറ്റിയിട്ടുമാണ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ നയാസഡമൈനെ പറ്റിയും കോജിക് ആസിഡിനെ പറ്റിയും റെറ്റിനോളിനെ പറ്റിയും വിറ്റാമിൻ സിയെ പറ്റിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി വീഡിയോസ് നോക്കുക, ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാലിസിലിക് ആസിഡിനെ പറ്റിയിട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളതും ഇപ്പൊ റീസെന്റ് കുറെ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സാലിസിലിക് ആസിഡ്. അപ്പൊ എന്താണ് സാലിസിലിക് ആസിഡ്, അത് ആർക്കൊക്കെയാണ് നല്ലത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ആരൊക്കെ അത് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എത്ര കോൺസെൻട്രേഷനിലാണ് നോർമലി നമ്മൾ സ്കിൻ കെയറിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഫസ്റ്റ് പറയുന്നത്. ആദ്യമേ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ ഫേസിനകത്തുള്ള ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മുടെ പോസ്റ്റിൽ ഇറങ്ങിച്ചെന്ന് അതിനകത്തുള്ള ഡേർട്ടിനെയും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പോലെയുള്ള സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുന്ന അത്രയും ചെറിയ ഒരു മോളിക്യൂളാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം സാലിസിലിക് ആസിഡ് ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാർക്കാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് തീരെ യൂസ് ചെയ്യരുത്. നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഫേസിൽ ഒരു ഇപ്പം എന്തെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ എവിടെയെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ ക്ലോസ്ഡ് കോമ്പൗണ്ട്സോ ഉണ്ടെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ട് എന്തിനൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാനായിട്ട്, പിന്നെ ഫേസിനകത്തുള്ള ക്ലോസ്ഡ് കോമ്പൗണ്ട്സ്, അതായത് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചും പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാർക്ക്, പിന്നെ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്കൊക്കെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വരും. ഈ കുരുക്കൾ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ മുകളിൽ സ്കിന്നിന്റെ താഴെ ചെറിയ എന്തെങ്കിലും തടുപ്പ് കാണും, പക്ഷേ ഇറിറ്റേഷനോ ഇച്ചിനെസ്സോ റെഡ്നെസ്സോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ പൊതുവെ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഹെഡ്സിന്റെ മുകളിൽ ഒരു ലെയർ ഓഫ് സ്കിൻ വരുന്നതിനാണ് നമ്മൾ ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മാറ്റാനായിട്ടാണ് സാലിസിലിക് ആസിഡ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനകത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ പിമ്പിൾസ് നമ്മുടെ പോസിനകത്ത് ബാക്ടീരിയ വളരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് പിമ്പിൾ വരുന്നത്. ഈ ബാക്ടീരിയ വളരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോസിനകത്തുള്ള ഓയിൽ വച്ചിട്ടുള്ള ആ ഒരു അനൈറോബിക്, അതായത് ഓക്സിജൻ ഇല്ലാത്ത ആ ഒരു എൻവയോൺമെന്റ് ആണ്. അത് നശിപ്പിച്ചിട്ട് നമ്മൾ അവിടുത്തെ ഓയിലിനെ എല്ലാം വലിച്ചെടുത്ത് കളഞ്ഞിട്ട് ബാക്ടീരിയക്ക് വളരാൻ പറ്റാത്തൊരു രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ സാലിസിലിക് ആസിഡ് പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ബാക്ടീരിയ ഡയറക്റ്റ് ഒരിക്കലും സാലിസിലിക് ആസിഡ് കൊല്ലത്തില്ല. ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് ഓയിലും ഡേർട്ടും വലിച്ചെടുത്ത് കളയാൻ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിമ്പിൾസ് മാറ്റാനായിട്ട് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഡെയിലി നമുക്ക് എന്തൊക്കെ ഫോമിൽ ഇൻ ജനറൽ ആയിട്ട് സാലിസിലിക് ആസിഡ് എന്തിൻ്റെയൊക്കെ ഫോമിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫേസ് വാഷ്, ടോണർ, സിറം, മാസ്ക് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, ഈ 5 രൂപത്തിലാണ് മെയിൻ ആയിട്ട് നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് സിറത്തിന്റെ ഫോമിലാണ്. കാരണം സിറം നമ്മുടെ സ്കിന്നിൽ കുറച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യും. പക്ഷേ സിറം അത്രയും കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടും സ്കിന്നിനകത്ത് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടും നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ചും 2% സാലിസിലിക് ആസിഡ്, മെയിനായിട്ട് നമുക്ക് 2% സാലിസിലിക് ആസിഡാണ് സിറത്തിന്റെ ഫോമിൽ കിട്ടുന്നത്. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇനി എത്ര എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിലും സിറത്തിന്റെ ഫോമിലോ അതല്ലെങ്കിൽ മോയ്സ്ചറൈസറിന്റെ ഫോമിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ മോയ്സ്ചറൈസർ എന്ന് എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പ്രത്യേക കമ്പനിയുടെ ഒരു മോയ്സ്ചറൈസർ നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്ത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മൂക്കുരി വന്നു. അതിനകത്ത് 2% കോജിക് ആസിഡിന്റെ കൂടെ തന്നെ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇത് ആദ്യമായിട്ടില്ല, ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർ കുരു വന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ബേസിക്കലി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ബേസിക്കലി എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇതെല്ലാ സ്കിൻകാരും, പ്രത്യേകിച്ചും ഡ്രൈ സ്കിൻകാരും നോർമൽ സ്കിൻകാരും ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അതുകൊണ്ട് തന്നെയാണ് ഡെർമടോക്കിന് 2% അടങ്ങിയ മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ മാക്സിമം വീക്കിലി 2 പ്രാവശ്യം നൈറ്റിൽ മാത്രം സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം.
അതല്ലാത്ത സ്കിൻ ടൈപ്പ് ആണെങ്കിൽ വീക്ക്ലി വൺസ് മാത്രമേ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രീംലി ഓയിലി അല്ലെങ്കിൽ മിനിമം ഓയിലിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് മതി. നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ വീക്ക്ലി വൺസ് യൂസ് ചെയ്യാം. അതല്ല വീക്ക്ലി വൺസ് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഇൻ ദ സെൻസ് ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ 2% സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നല്ലത് ഏതാണ്? ഫേസ് വാഷ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫേസ് വാഷ് നമ്മുടെ ഫേസിൽ 2% ആണെങ്കിലും 1% ആണെങ്കിലും നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈമും കിട്ടും, വർക്കിംഗ് പീരീഡും കിട്ടും. എന്നാൽ അത് ഒരുപാട് നേരം സിറ്റ് ചെയ്യുന്നില്ല. അതായത് ഫേസ് വാഷ് നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് വരെയൊക്കെ മാക്സിമം ഫേസിൽ വെക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽനെസ്സും ക്ലോസ്ഡ് കോമ്പൗണ്ട്സ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പണ്ടും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നമ്മൾ വെറുതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന് ഡിസേർഡ് ആയിട്ടുള്ള റിസൾട്ട് തരത്തില്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ കാരണമാണെങ്കിൽ ഡയറക്റ്റ് ഫേസിൽ നിങ്ങൾക്ക് എത്ര ഡിസൈഡ് എമൗണ്ട് എടുക്കുന്നോ ഫേസ് വെയിറ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഇമൾസിഫൈ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 1 to 2 മിനിറ്റ്സോ അല്ലെങ്കിൽ മിനിമം 30 seconds to 1 minute ഫേസിൽ വയ്ക്കുക. എന്നിട്ട് കഴുകി കളയുക. ഇതിനാണ് നമ്മൾ വർക്കിംഗ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാലിസിലിക് ആസിഡ് നന്നായിട്ട് പോസ്റ്റിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടും. ഇത് നമ്മൾ വെറുതെ കഴുകി കളയുമ്പോൾ അവിടെ ഒന്നും നടക്കണില്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ജെൽ ഫേസ് വാഷ് വെച്ച് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങൾ വെറുതെ കഴുകി കളയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ 2% സാലിസിലിക് ആസിഡ് മോളിക്യൂൾസ് ഫേസ് വാഷിലുള്ളതിന് പോയി നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അത് കാരണം നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാർ പറയുന്നത് 2 നേരം യൂസ് ചെയ്യുമ്പോൾ ഫേസ് പെട്ടെന്ന് ഇറിറ്റേഷൻ വരുന്നു, കുരുക്കൾ വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിന് റീസൺ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് 1% ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല 2 നേരം. അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മോർണിംഗിൽ ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്താലും മതി. എക്സസീവ് ആയിട്ട് അഴുക്കൊന്നും ഫേസിൽ മോർണിംഗിൽ ഇല്ലെങ്കിൽ നൈറ്റിൽ മസ്റ്റ് ആയിട്ടും ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. പിന്നെ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ റിസൾട്ട് കിട്ടും. പിന്നെ ടോണേഴ്സും സാലിസിലിക് ആസിഡിന്റെ കിട്ടും. അതിന് നമ്മൾ BHA ടോണേഴ്സ് എന്ന് പറയുന്നത്. ഇതും 2% ആണ് ഇല്ലാതെങ്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്. സിറത്തിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ടോണർ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് അടിയും. എങ്ങനെയാണോ സിറം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് ക്ലീൻ ആയിട്ട് സിറത്തിന്റെ ഫോമിലാകുമ്പോൾ ഡ്രൈ ആയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഡാംനെസ്സോ വെറ്റ്നെസ്സോ ഫേസിൽ ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും വാട്ടറിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാലിസിലിക് ആസിഡ് ക്ലീൻ ഡ്രൈ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം വിറ്റാമിൻ സി സിറത്തിന്റെ കൂടെ അതുപോലെ റെറ്റിനോൾ സിറത്തിന്റെ കൂടെ ലാക്റ്റിക് ആസിഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം അല്ലെങ്കിൽ മെന്റലിക് ആസിഡ് സിറം എന്നീ ഇത്രയും സിറത്തിന്റെയോ ടോണറിന്റെയോ കൂടെ ഒരിക്കലും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിന്റെ കൂടെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യുക, അത് കാരണം സ്കിൻ ഇറിറ്റേഷൻസ് വരികയും ചെയ്യും. നിങ്ങൾക്ക് വിറ്റാമിൻ സി മോർണിംഗ് യൂസ് ചെയ്യുക, സാലിസിലിക് ആസിഡ് നൈറ്റ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. റെറ്റിനോള് ഗ്ലൈക്കോളിക് ആസിഡ് ഒന്നും യൂസ് ചെയ്യുന്ന സെയിം നൈറ്റിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ്, പെപ്റ്റൈഡ്സ്, കോജിക് ആസിഡ്, ടാനിക്സാമിക് ആസിഡ്, അസലിക് ആസിഡ് അങ്ങനെ എന്തിൻ്റെ കൂടെയും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നുമില്ല. ബെൻസോൾ പെറോക്സൈഡ് പിമ്പിൾസ് മാറ്റാനായിട്ട് ക്രീമിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സെയിം ഡേ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടും കൂടെ വർക്ക് ചെയ്യൂലേ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി 2.5% ബെൻസോൾ പെറോക്സൈഡ് സാലിസിലിക് ആസിഡ് പിമ്പിൾസ് മാറ്റാൻ നല്ലതാണ്. പക്ഷേ രണ്ടും സ്കിൻ ഡ്രൈയിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് അത് ഡെയിലി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പറയുന്നത്. ബെൻസോൾ പെറോക്സൈഡ് 2.5% നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഒരു ദിവസം അത് ഒഴിവാക്കിയിട്ട് ആ ദിവസം സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിൻ്റെ കൂടെ യൂസ് ചെയ്യും. കാരണം ഫേസ് വാഷിനകത്ത് ഇത് ഇരിക്കുന്നില്ലല്ലോ, ഫേസിൽ നമ്മൾ കഴുകിക്കളയാണല്ലോ, സ്കിന്നിനകത്ത് പിന്നെ സാലിസിലിക് ആസിഡ് ഇരിക്കുന്നില്ലല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും. വിറ്റാമിൻ സി സെറം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി സാലിസിലിക് ആസിഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് Q&Aയിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ ചെയ്യാം. പിന്നെ ഇനി റെക്കമെൻഡേഷൻസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റ് ഉണ്ട് 2% സാലിസിലിക് ആസിഡ്, ഡെർമക്കോയിൽ ഉണ്ട് 2% സാലിസിലിക് ആസിഡ്, പ്ലമ്മിലുണ്ട് 2% സാലിസിലിക് ആസിഡ്. അതുപോലെ തന്നെ ടോണേഴ്സിന്റെ ഫോമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോർമുല റെക്സിൽ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻകി ലിസ്റ്റിലും 2% സാലിസിലിക് ആസിഡ് BHA എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് AHA ആണ്, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. ഇത്
നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് സ്കിന്നിനെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഡെഡ് സ്കിൻ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടില്ലേ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡിന് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് പിഗ്മെന്റേഷൻ തടയാനായിട്ടും പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മുടെ ഫേസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 5% എബോവ് ആണെങ്കിൽ മാത്രമേ എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൻസിറ്റീവോ സ്കിൻ ബാരിയർ ഡാമേജ് അല്ലെങ്കിലോ അങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ഓയിലി സ്കിൻകാർക്കും ആക്നെ പ്രോൺ സ്കിൻകാർക്കും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും ഒക്കെ ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് ഫേസ് വാഷിന്റെ ഫോമിൽ, സിറത്തിന്റെ ഫോമിൽ, ടോണറിന്റെ ഫോമിൽ, പിന്നെ അണ്ടർ ആം റോൾ ഓണിന്റെ ഫോമിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല 5% എബോ ആണ് നമ്മൾ എക്സ്ഫോളിയേഷൻ കാണുന്നതെങ്കിൽ ചില പ്രൊഡക്റ്റിൽ, അതായത് ചില സിറത്തിനകത്ത് നമ്മൾ ചിലപ്പോൾ 3%, 2% ഗ്ലൈക്കോളിക് ആസിഡ് കൊടുക്കാറുണ്ട് പിഗ്മെന്റേഷൻ മാറ്റുന്ന സിറങ്ങളിൽ. അതെന്താണെന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ മാറ്റാൻ ഒന്നൊരു ഞാൻ എപ്പോഴും പറയാലോ, ഒരു ഇൻഗ്രീഡിയൻറ്റ് പറ്റി നമ്മൾ 2 ഇൻഗ്രീഡിയൻറ്റ് ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടും. അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ 3% ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേഷൻ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്ലൈക്കോളിക് ആസിഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അത് എക്സ്ഫോളിയേഷൻ നടത്തുന്നതുകൊണ്ടാണ്, നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇന്ന് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടും. ആ ഒരു എക്സ്ഫോളിയേഷൻ നടന്നുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്ത് സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും. ഇത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഫാർമസിയിൽ പോയിട്ട് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിക് റെക്കമെൻഡഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ക്രീം വാങ്ങിക്കൊണ്ട് വരും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് ആയിരിക്കും. ഇതറിയാതെ മോർണിംഗും നൈറ്റും ഒക്കെ ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കാനും ഒരു പരിധിവരെ നമ്മൾ വെളുത്തിട്ട് അതിൻ്റെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഓവറായിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ആ ക്രീമിൻ്റെ കുഴപ്പമില്ല, നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏതൊരു ക്രീം എടുത്ത് വയ്ക്കാലും, പ്രത്യേകിച്ചും ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത സാധനങ്ങളാണ്, പറഞ്ഞു തരാത്ത സാധനങ്ങൾ. അങ്ങനെ നോക്കിയാൽ അതിനകത്തൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് അവിടെ ഇവിടെയൊക്കെ കാണും. ഇതിൻ്റെ റീസണും ഇതിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടിയും പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് നല്ല ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്, പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺഫാൾ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യും. നമ്മുടെ ഒരുപാട് ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ടോണേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് മിസ്യൂസ് ചെയ്തിട്ട് വെളുക്കുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ മിസ്യൂസ് ചെയ്തിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ഒക്കെ ചെയ്യരുത്. ഇത് എങ്ങനെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഏത് സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജ് അല്ലെങ്കിൽ എല്ലാവർക്കും AHA എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, AHA ഫേസ് വാഷിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് മാത്രമല്ല വരുന്നത്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ് വരും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. എന്താണ് ഈ ലാക്റ്റിക് ആസിഡും മെന്റലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ മോളിക്യൂൾ സൈസുകൾ തമ്മിലാണ്. ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ച് എന്താ പറയുക, ചെറിയ മോളിക്യൂളാണ്, നമ്മുടെ സ്കിന്നിൽ പെനിട്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ നമ്മുടെ പേഴ്സണിൽ എത്തത്തക്കവണ്ണം ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല. ലാക്റ്റിക് ആസിഡ് കുറച്ചും കൂടെ വലുതാണ്, അത്രത്തോളം പെനിട്രേറ്റ് ചെയ്തില്ല. മെന്റലിക് ആസിഡ് ടോപ്പ് ലെയർ മാത്രമേ നന്നായിട്ട് നിൽക്കത്തുള്ളൂ. ഗ്ലൈക്കോളിക് ആസിഡിന് അത്രയും പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ടാണ് സെൻസിറ്റീവ് സ്കിൻകാർക്ക് മെന്റലിക് ആസിഡ് ആണ് നല്ലതെന്ന് നമ്മൾ പറയാറ്. അതിനെപ്പറ്റി നമുക്ക് ഇനി പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. പിന്നെ ഒരു ഡൗട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഗ്ലൈക്കോളിക് ആസിഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഗ്ലൈക്കോളിക് ആസിഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണ്, നിങ്ങൾക്ക് ആക്നെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് വർക്ക് ചെയ്യാനായിട്ട് പോകത്തില്ല. കാരണം ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ മാത്രമേ ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പോട്ട് ട്രീറ്റ്മെന്റുകളിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാവാറുണ്ട്. ആ ഒരു സ്ഥലത്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. അത് സ്പോട്ട് ട്രീറ്റ്മെന്റ്, ആ ഒരു പെർട്ടിക്കുലർ പോസിന്റെ അല്ലെങ്കിൽ പിമ്പിൾസിന്റെ അവിടെ മാത്രം. അതല്ലാതെ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ ആക്നെ മാറ്റാനായിട്ട് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ട് ആക്നെ മാറത്തില്ല, എക്സ്ഫോളിയേഷൻ നടക്കും. പക്ഷെ പ്രോപ്പറായിട്ട് ആ ആക്നയിലോട്ട് ഇറങ്ങി ചെന്ന് പണിയെടുക്കണമെങ്കിൽ അതിനെപ്പോഴും നല്ലത് ഞാൻ ആദ്യമേ പറഞ്ഞ സാലിസിലിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി ഫേസ് വാഷിന്റെ ഫോമിലുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഫേസ് വാഷ്. ലോറിയലിലൊക്കെ പറയും, ലോറിയലിലാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ഏറ്റവും നല്ലതുള്ളത്.
അത് യൂസ് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോണറിന്റെ ഫോമിലോ അതല്ലെങ്കിൽ സിറത്തിന്റെ ഫോമിലോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട്. അപ്പം കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും. ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ടോണേഴ്സും സിറംസും ആയിരിക്കും ഫേസ് വാഷിനേക്കാളും. ഓക്കെ, അപ്പം അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ആണോ നല്ലത്? ഫേസ് വാഷ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ HA ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വർക്കിംഗ് പീരീഡ് 1 to 3 മിനിറ്റ്സ് കൊടുക്കുക, ദെൻ ഫേസ് വാഷ് ചെയ്യുക. സ്കിൻ ഡ്രൈ ആവാനായിട്ട് പോകുന്നില്ല, പക്ഷെ എപ്പോഴും സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഫേസ് വാഷ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് HA BHA ഫേസ് വാഷുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്ത് BHA വളരെ കുറവായിരിക്കും, അതുകൊണ്ട് ഓയിലി സ്കിൻ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂസ് വരാനായിട്ട് പോകില്ല. നമ്മുടെ പോസ് ഒന്നുകൂടെ ക്ലെൻസ് ആവാനായിട്ടായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്ക് ടു അവർ ടോപ്പിക്. ഇപ്പം ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷിന്റെ ഫോമിൽ പിന്നെ ടോണറിന്റെ ഫോമിലും കിട്ടും എന്ന് പറയല്ലേ. അപ്പോൾ ടോണറിന്റെ ഫോമിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുക. ഒരിക്കലും നോർമൽ ടോണർ യൂസ് ചെയ്യുന്ന പോലെ മോർണിംഗിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മിക്ക ടോണേഴ്സും 5% എബോ ആയിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വീക്കിലി വൺസോ അല്ലെങ്കിൽ വീക്കിലി ട്വൈസോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതും നൈറ്റിൽ. ഫേസ് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഫേസിൽ വേണം ഈ ടോണർ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇത് ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സെറം നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷെ സെറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാലിസിലിക് ആസിഡ് സെറം, റെറ്റിനോൾ ക്രീം, അതല്ലെങ്കിൽ സെറം, വിറ്റാമിൻ സി സെറം, അതല്ലെങ്കിൽ മെന്റലിക് ആസിഡ് സെറം, ലാക്റ്റിക് ആസിഡ് സെറം പോലെയുള്ള സാധനം ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സെറം വീണ്ടും ഒന്നുകൂടി ഇതിന്റെ ടോപ്പിൽ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിയാസിനമൈഡ്, കോജിക് ആസിഡ്, അസലിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ് പോലെയുള്ള സിറംസ് ഡെഫിനറ്റ്ലി ഇതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യാം. മോയിസ്ചറൈസർ ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം സ്കിൻ ഓൾറെഡി എക്സ്ഫോളിയേറ്റ് ആയല്ലേ. അപ്പോൾ സ്കിന്നിന് ഹൈഡ്രേഷൻ നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട് മോയിസ്ചറൈസർ വളരെ നല്ലതാണ്. ഇനി ഗ്ലൈക്കോളിക് ആസിഡ് ടോണറിന്റെ റെക്കമെൻഡേഷൻസിലോട്ട് പോവുകയാണെങ്കിൽ ഓർഡിനറിയിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, അതുപോലെ തന്നെ നമ്മുടെ ഡെർമക്കോയിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, കെമിസ്റ്റഡ് പ്ലേയിലുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയും സാലിസിലിക് ആസിഡിനെ പറ്റിയും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട, നമുക്ക് Q&A ആയിട്ടോ ഷോർട്ടായിട്ടോ ചെയ്യാം. അതല്ലാണ്ട് സ്കിൻ കെയറോ ഹെയർ കെയറോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട, നമുക്ക് നെക്സ്റ്റ് Q&Aയിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.